നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഏതാണ്ട് 8 കമ്പനികളിലെ ബൾക്ക് അവസരങ്ങൾ, ഫ്രഷേഴ്സിനും ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ ചിലത് വളരെ പ്രമുഖമായിട്ടുള്ള കമ്പനികളിലെ അവസരങ്ങളാണ്. ഉദാഹരണത്തിന് ലുലു, അല്ലെങ്കിൽ ശോഭ, IBM, TCS പോലെയുള്ള കമ്പനികളിലെ അവസരങ്ങൾ. അതല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ 2 കമ്പനികളിലെ അവസരങ്ങൾ. ഇതൊന്നും അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ ഒരു കമ്പനി വഴി ലഭ്യമായിരിക്കുന്ന പാർട്ട് ടൈം ആയിട്ടുള്ള ചില തൊഴിൽ അവസരങ്ങൾ. ഇതൊന്നും കൂടാതെയാണ് ISROയിലേക്ക് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന 2 റിക്രൂട്ട്മെന്റുകൾ. കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് IT മേഖലയിലെ ചില അവസരങ്ങൾ പരിശോധിക്കാം. ഈ അവസരങ്ങൾ ഒരുക്കുന്നത് നമ്മുടെ കൊരട്ടി ഇൻഫോ പാർക്കിലുള്ള ജോസ്മി ആൻഡ് ജിസ്മി എന്ന പ്രമുഖ IT കമ്പനിയാണ്. ഇവര് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്: പ്രൊഫഷണൽസ് റിട്ടേണിംഗ് ടു വർക്ക്, അതായത് കരിയറിൽ ഒരു ഗ്യാപ്പ് വന്നിട്ട് തിരികെ വരുന്നവർ, അല്ലെങ്കിൽ നോൺ IT പ്രൊഫഷണൽസ്, IT വരാൻ ആഗ്രഹിക്കുന്നവർ. അതായത് IT ഒരു തുടക്കം വേണം. നിങ്ങൾ IT പഠിച്ചവരാണെങ്കിൽ പോലും IT ഒരു ജോലി കിട്ടുന്നില്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ കിട്ടുവാനായിട്ടുള്ള ഒരു നല്ല അവസരമായിട്ടാണ് ഇവർ ഇതിനെ അവതരിപ്പിക്കുന്നത്. ഓർക്കുക, ആദ്യത്തെ ഒരു ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ 21,500 രൂപ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു അവസരം? ഇവർ ആദ്യം ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇന്റേൺഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്താൽ ഫുൾ ടൈം എംപ്ലോയി വിത്ത് 21,500 പെർ മന്ത് ശമ്പളത്തിൽ എടുക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവർക്ക് ഭയങ്കരമായിട്ട് ഹയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതാ ഇവിടെ ഇപ്പൊ 2 പൊസിഷനിലേക്കാണ് അവർ ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഒന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇന്റേൺ, മറ്റൊന്ന് ടെസ്റ്റ് അനലിസ്റ്റ് ഇന്റേൺ. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇന്റേണിൽ മാത്രം 60 പേരെയാണ് ഹയർ ചെയ്യുന്നത്. ടെസ്റ്റ് അനലിസ്റ്റ് ഇന്റേൺ ആയിട്ട് 15 പേരെയും ഹയർ ചെയ്യുന്നുണ്ട്. ഇതിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ഏപ്രിൽ 5-ാം തീയതി 9 മണി മുതൽ ഈ ജോസ്മി ആൻഡ് ജിസ്മിയുടെ ഓഫീസുണ്ട്, അതായത് കൊരട്ടി ഇൻഫോ പാർക്ക്, ചാലക്കുടിക്കൊക്കെ അടുത്തുള്ള കൊരട്ടി ഇൻഫോ പാർക്കിൽ വെച്ച് നടക്കുന്നുണ്ട്. എന്തായിരിക്കും പ്രോസസ്സ്? സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് ഒരു ലോജിക്കൽ റീസണിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ജാവാസ്ക്രിപ്റ്റിന്റെ ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു ലോജിക്കൽ റീസണിങ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ GD ഉണ്ട്, പിന്നെ മെഷീൻ ടെസ്റ്റ് ഉണ്ട്. മെഷീൻ ടെസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ മാനേജ്മെന്റ് റൗണ്ട്, ടെസ്റ്റ് അനലിസ്റ്റ് ഇന്റേണിന് ലോജിക്കൽ റീസണിങ് ടെസ്റ്റ് പ്ലസ് ടെസ്റ്റ് കേസ് പ്രിപ്പറേഷൻ പ്ലസ് GD പ്ലസ് മാനേജ്മെന്റ് റൗണ്ട്. ഇതെല്ലാം ഒരു ദിവസം തന്നെ നടക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? BCA, BSc, അതേപോലെ തന്നെ BE BTech, MCA, MSc IT എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. BE BTechകാരൊക്കെ ഏത് ബ്രാഞ്ചുകാർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം ബാക്ക്ലോഗ്സ് ഉള്ളവരെ കൺസിഡർ ചെയ്യത്തില്ല. എന്നാൽ കരിയർ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല എന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് സെലക്ട് ആയാലും ജോയിൻ ചെയ്യുന്നതായിട്ട് വരും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇന്റേൺഷിപ്പ് സമയത്ത് സ്റ്റൈഫൻഡ് ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അത് കഴിഞ്ഞിട്ട് 21,500 രൂപ ആയിരിക്കും പ്രതിമാസ ശമ്പളം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് jobsbridge.com എന്ന സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇനി അടുത്ത അവസരം IBM ആണ്. IBM ഒരു ആമുഖം വേണ്ടാത്ത ഒരു കമ്പനിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായിട്ടുള്ള IT കമ്പനിയാണ്. IBMലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ഞങ്ങളുടെ കോളേജ് ഒരു മാസം മുമ്പ്, 1-2 മാസം മുമ്പ് നടത്തിയത് ഞാൻ ഈ ചാനലിൽ തന്നെ അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പോൾ IBMലേക്ക് മറ്റൊരു റിക്രൂട്ട്മെന്റ് കൂടി നടക്കുവാണ്. അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ എന്ന തസ്തികയിലേക്കാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനുകൾ: പൂനെ, മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, മൈസൂർ, കൊച്ചിൻ, അഹമ്മദാബാദ്, കൊൽക്കത്ത, ഭുവനേശ്വർ. അവർക്ക് IBM ഇപ്പോൾ കൊച്ചിയിൽ ഒരു വലിയ ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. പ്രത്യേകിച്ച് AI-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ കൊച്ചിയിലാണ് നടക്കുന്നത്. അപ്പോൾ കൊച്ചി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനിലേക്കാണ് IBM ഹയർ ചെയ്യുന്നത്. ആരെയായിരിക്കും ഈ ഹയറിംഗ് കൺസിഡർ ചെയ്യുക? ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. BE BTech, അത് കമ്പ്യൂട്ടർ സയൻസ് IT ഓർ അതർ സെമി IT ഓർ സർക്യൂട്ട് ബ്രാഞ്ചസ്, അതായത് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് IT കൂടാതെ ഇപ്പോൾ റോബോട്ടിക്സ്, AI ഇങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ചുകാരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാം. MCA ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ MCAക്കാർക്കും അപേക്ഷിക്കാമെന്നാണ് മറ്റൊരിടത്ത് ഇവരെ സൂചിപ്പിക്കുന്നത്. അപ്പം BE BTech MCAക്കാർ ഓർക്കുക, 60% മാർക്ക് BE BTechന് നേടിയിരിക്കണം. ആക്റ്റീവ് ബാക്ക്ലോഗ്സ് കാണുകയും ചെയ്യല്ലേ. അങ്ങനെയുള്ളവർക്കായിരിക്കും, പ്രത്യേകിച്ച് 2024
കഴിഞ്ഞവർക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. അപ്പം അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ ഇൻ IBM. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി മറ്റൊരു പ്രമുഖ കമ്പനിയായ കോണ്ടുവന്റ്, നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ്. മുമ്പ് സെറോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കമ്പനിയാണ്. സെറോക്സിൻ്റെ ഒക്കെ പാർട്ടായിട്ടുള്ള ഒരു കമ്പനിയാണ് കോണ്ടുവന്റ് എന്നുള്ളത്. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. ഇവർ ഈ കൊമേഴ്സുകാരെയൊക്കെ ബൾക്കായിട്ട് ഹയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു ഹയറിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അക്കൗണ്ടിങ് സർവീസസ് അസോസിയേറ്റ് ഈ ഒരു തസ്തികയിലേക്ക് കൊച്ചിയിലേക്ക് BCom MCom ഗ്രാജുവേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിനും ഒരു 6 മാസത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ആയിരിക്കും അവസരം. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട്, സെലക്ട് ആയാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റണം. ഇംഗ്ലീഷിൽ റിട്ടൺ ആൻഡ് സ്പോക്കൺ സ്കിൽസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നൈറ്റ് ഷിഫ്റ്റിലും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കും. അപ്പം നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യാൻ തയ്യാറായ അല്പം ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന BCom MCom വരെ ഫ്രഷേഴ്സ് മുതൽ 6 മാസത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ കോണ്ടുവൻ്റെ ഈ റിക്രൂട്ട്മെന്റ് ഇതിപ്പോൾ മാത്രമല്ല, ഇത് റെഗുലറായിട്ട് കോണ്ടുവൻ്റ് ഒക്കെ ഹയർ ചെയ്യുന്ന കമ്പനിയാണ്. നിങ്ങൾ ഓർക്കും, ഞങ്ങൾ BComകാരും MComകാരും ഒക്കെ ആണെങ്കിൽ ഈ ഇൻഫോ പാർക്കിലും ഒക്കെ പല കമ്പനികൾ, ഈവൻ ടെക്നോ പാർക്കിലും ഒക്കെ റെഗുലറായിട്ട് വോക്ക് ഇൻ ഇന്റർവ്യൂവിലൂടെയും അല്ലാതെയും ഒക്കെ ഞങ്ങളെ ഹയർ ചെയ്യുന്നുണ്ട്. ഇത്തിരി അമേരിക്കൻ കമ്പനികൾ. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം TCSലാണ്. TCS നാം അറിയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് എന്നുള്ളത്. TCSകാർ MBAക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 2023-24 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ള MBA HRകാരെയാണ് ഹയർ ചെയ്യുന്നത്. ടാലന്റ് അക്വിസിഷൻ റോളിലേക്ക് വരും. അതായത് റിക്രൂട്ട്മെന്റ് ജോലികൾക്ക് വേണ്ടിയിട്ടായി. അതായത് TCSന് വേണ്ടിയിട്ട് ഫ്രഷേഴ്സിനെയും അല്ലാത്തവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ജോലികൾക്ക് വേണ്ടിയിട്ടാണ് TCS ഈ ഹയറിങ് നടക്കുന്നത്. നിങ്ങൾക്ക് 3-ാം തീയതി ഏപ്രിൽ വരെ ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ടെസ്റ്റ് നടക്കുന്നത് 5-ാം തീയതി ഏപ്രിലാണ്. നമുക്ക് ഇവിടെ ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? MBA HR കഴിഞ്ഞവർ, അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ HRM, അതായത് MHRM എന്നൊക്കെ പറഞ്ഞ കോഴ്സുണ്ട്, അല്ലെ MA HRM എന്ന് പറഞ്ഞ കോഴ്സ്, അല്ലെ സോഷ്യൽ വർക്ക്, മാസ്റ്റേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ HRM, അല്ലെ മാസ്റ്റേഴ്സ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഇൻ HRM, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് ലേബർ സ്റ്റഡീസ്, ഇങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ HRM, PG HR, അങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഓർക്കുക, HR പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണ് അവസരം. ഇതിന് അപേക്ഷിക്കേണ്ടത് 3-ാം തീയതി ഏപ്രിൽ വരെയാണ്. 5-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ ടെസ്റ്റ്. എങ്ങനെയായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? നിങ്ങൾക്ക് TCSൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലുണ്ട്. TCSൻ്റെ ധാരണ എല്ലാ റിക്രൂട്ട്മെന്റും നടക്കുന്ന പോലെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോകണം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ട് IT എന്ന ഓപ്ഷൻ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ DT നമ്പർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊന്ന് ലോഗിൻ ചെയ്ത് അപ്ലൈ ഫോർ ഡ്രൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈഡ് എന്ന് കണ്ടാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവും. എന്നിട്ട് നിങ്ങളൊരു സെൻറ്റർ സെലക്ട് ചെയ്യുക. എല്ലാ ജില്ലകളിലും TCSൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം ശോഭയിലാണ്. ശോഭ നാം അറിയുന്നത് പോലെ മലയാളി മാനേജ്മെൻറ്റിൽ ലോകത്തെ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഗൾഫിലും ഒക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു വലിയ കമ്പനിയാണ് ശോഭ എന്നുള്ളത്. അപ്പോൾ ശോഭ ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ 29-ാം തീയതി ശനിയാഴ്ച നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സ്റ്റോർ എക്സിക്യൂട്ടീവ് NTA, അതായത് എനി ഗ്രാജുവേറ്റ് വിത്ത് 1 to 10 years എക്സ്പീരിയൻസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള 1 to 10 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. ബാംഗ്ലൂർ ലൊക്കേഷനിലായിരിക്കും ഹയർ ചെയ്യുന്നത്. സിവിൽ സൈറ്റ് എഞ്ചിനീയർ ലാബ് ടെക്നീഷ്യൻ, ഇത് BE ക്വാളിഫൈഡ് വിത്ത് 1 to 15 years എക്സ്പീരിയൻസ്. BE എന്ന് പറയുമ്പോൾ സിവിൽ കാര്യമായിരിക്കും. ഇതും ബാംഗ്ലൂരിലേക്കാണ്. ക്വാണ്ടിറ്റി സർവേയർ, ഇത് BE BTech ക്വാളിഫൈഡ് വിത്ത് 2 to 10 years എക്സ്പീരിയൻസ്, ബാംഗ്ലൂരിലേക്ക്. ലാൻഡ് സർവേയർ, ഇത് BE BTech ക്വാളിഫൈഡ് വിത്ത് 1 to 10 years എക്സ്പീരിയൻസ്. ഇത് അഹമ്മദാബാദിലേക്കായിരിക്കും ഈ ഒരു ഹയറിംഗ്. ഇതിലേക്കുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ 29-ാം തീയതി മാർച്ചിൽ ശോഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇത് ബാംഗ്ലൂറാണ് ഉള്ള ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ലൊക്കേഷനൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ jobsbridge.com നമ്മുടെ സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് ലുലു ഗ്രൂപ്പിലേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഒന്ന് പരിശോധിക്കാം. കമ്പനി സെക്രട്ടറിമാരെ ലുലു ഹയർ ചെയ്യുന്നുണ്ട്. ഒന്ന്, കമ്പനി സെക്രട്ടറി വിത്ത് 3 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്. CS നേടിക്കഴിഞ്ഞിട്ട് 3 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഒരു അവസരമുള്ളത്. മറ്റൊരു അവസരം ഫ്രഷേഴ്സ് കമ്പനി സെക്രട്ടറി വിത്ത് 0 to 1 year, ഫ്രഷേഴ്സും 1 year താഴെയുള്ളവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, കമ്പനി CS-ൻ്റെ എല്ലാ പേപ്പറും നേടണമെന്നില്ല. സെമി ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറി മേ ഓൾസോ അപ്ലൈ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എറണാകുളം ലൊക്കേഷന് വേണ്ടിയിട്ടായിരിക്കും അപേക്ഷിക്കുക.
സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസും നോളജും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ISROയിൽ ലഭ്യമായിരിക്കുന്ന 2 അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, മറ്റൊന്ന് ഇന്റേൺഷിപ്പ് അവസരങ്ങളാണ്. രണ്ടും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ അവസരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തിലേക്കാണ് അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് 23 അതായത് മാർച്ച് 20 മുതൽ ഏപ്രിൽ 2 വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതിനകത്ത് എലിജിബിലിറ്റി ഒക്കെ കണക്കാക്കുന്നത് ഏപ്രിൽ 2 പ്രകാരമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിൻ്റെ ഡേറ്റ് പിന്നീട് ഇവരുടെ സൈറ്റിൽ അറിയിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഇതിന് ഏപ്രിൽ 2 5 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഇവരുടെ സ്പേസ് ഫിസിക്സ് ലാബോറട്ടറി SPL വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ SPLയിലേക്കാണ് ഈ ഒരു ഹയറിങ്. എന്തായിരിക്കും വേക്കൻസി? ജൂനിയർ റിസർച്ച് ഫെലോ JRF ഇൻ SPL തിരുവനന്തപുരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള പൊസിഷൻ കോഡ് ശ്രദ്ധിക്കുക. 10 പേരെ ആയിരിക്കും ഹയർ ചെയ്യുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ? MSc ഡിഗ്രി ഇൻ ഫിസിക്സ്, MSc ഫിസിക്സ് അല്ലെങ്കിൽ MSc അപ്ലൈഡ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, സ്പേസ് ഫിസിക്സ് അല്ലെ അറ്റ്മോസ്ഫിയറിക് സയൻസ്, മെറ്റീരിയോളജി, പ്ലാനറ്ററി സയൻസസ്, ഇതൊക്കെ MSc കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 65% എങ്കിലും മാർക്ക് നേടിയിരിക്കണം, അല്ലെങ്കിൽ 6.84 CGP ഒക്കെ നേടിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ MS, ME, MTech അത് അറ്റ്മോസ്ഫിയറിക് സയൻസിലോ സ്പേസ് സയൻസിലോ പ്ലാനറ്ററി സയൻസിലോ അപ്ലൈഡ് ഫിസിക്സിലോ എഞ്ചിനീയറിംഗ് ഫിസിക്സിലോ ഒക്കെ 60% മാർക്കോടെ നേടിയവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓർക്കുക, നിങ്ങൾ ഈ CSIRൻ്റെ UGC നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് അത് നേടിയിരിക്കണം, അല്ലെങ്കിൽ ഗേറ്റ് അറ്റൻഡ് ചെയ്ത് ഇരിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ജോയിൻ്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് ഇതിലൊരെണ്ണം ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ ISROയുടെ സൈറ്റിൽ പോയിട്ട് VSSCയുടെ സൈറ്റിൽ വിക്രം സാരാഭായുടെ സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി ISROയിലേക്ക് തന്നെ മറ്റൊരു അവസരം കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഫ്രഷേഴ്സിന് ലഭ്യമായിരിക്കുന്ന ഒരു ഇന്റേൺഷിപ്പ് അവസരമാണ്. ഇന്റേൺഷിപ്പ് വേക്കൻസീസ് ഇൻ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ഇത് അനൗൺസ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് ഏജൻസിയായ ASAP ആണ്. ഇത് 28 മാർച്ച് വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ആർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാൻ കഴിയുന്നത്? ഒരു ഇന്റേൺഷിപ്പാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓൺഗോയിങ് BTech സ്റ്റുഡൻസ്, അതായത് BTech ഇപ്പം പഠിക്കുന്ന 4th സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ CGPA 6.32 എങ്കിലും പ്രീവിയസ് സെമസ്റ്ററിൽ നേടിയിരിക്കണം. BTechൽ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, എയറോസ്പേസ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ BTech 4 സെമസ്റ്റർ കഴിഞ്ഞവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. 8 വേക്കൻസി ആയിരിക്കും ഉള്ളത്. തിരുവനന്തപുരത്തായിരിക്കും. സ്റ്റൈഫൻഡ് ലഭ്യമാകത്തില്ല. സ്റ്റൈഫൻഡ് ഒന്നും നോക്കണ്ട. ISROയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കരിയറിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. 45 ദിവസത്തേനായിരിക്കും. 25 മാർച്ചിനകം അപേക്ഷിക്കണം. ഈ ASAPൻ്റെ സൈറ്റിൽ വേണം അപേക്ഷിക്കാൻ. അവർക്ക് ഒരു 500 രൂപ രജിസ്ട്രേഷൻ ഫീ ASAP ഇതിനെ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് ഒരു സ്ക്രീനിങ് പ്രോസസ്സിലൂടെ ആയിരിക്കും ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിങ് നടക്കുക. ഇനി നമുക്ക് കേരള ഗവൺമെൻറ് കീഴിലുള്ള ASAPൽ തന്നെ ലഭ്യമായിരിക്കുന്ന ഒരു പാർട്ട് ടൈം തൊഴിൽ അവസരം കൂടി ഒന്ന് പരിശോധിക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ബിസിനസ് പ്രൊമോട്ടേഴ്സ്. ഇപ്പോൾ ബിസിനസ് പ്രൊമോട്ടേഴ്സായിട്ട് ASAP പാർട്ട് ടൈം ജോലിക്കായിട്ട് ഇപ്പം നിയമിക്കുന്നുണ്ട്. മാർച്ച് 31 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇതാ നോക്കുക, 89 ഒഴിവുകളാണുള്ളത്. എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട്. ഒരു സ്റ്റൈഫൻഡായിട്ട് 7500 രൂപ പെർ മന്താണ് ലഭിക്കുക. അതിന് ചില ടാർഗറ്റൊക്കെ ഉണ്ടായിരിക്കും. ഇതുകൂടാതെ 7500 രൂപ കൂടാതെ ഇവർ ചില എന്താ പറയുക അഡ്മിഷൻ കിട്ടുന്ന ഇവർക്ക് ഇവരുടെ കോഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ കോഴ്സിൻ്റെ അഡ്മിഷനെ ലിങ്ക് ചെയ്തിട്ട് ചില ഇൻസെൻറ്റീവ്സ് കൂടെ ലഭ്യമാക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 3 മാസത്തെ കോൺട്രാക്റ്റിനായിരിക്കും നിയമിക്കുക. മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം. പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്താൽ മതിയാകും. സെയിൽസിലൊക്കെ നല്ല സ്കില്ലുള്ളവർക്കായിരിക്കും ഈ ഒരു അവസരം. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ASAPൻ്റെ സൈറ്റിൽ വന്നിട്ട് 31 മാർച്ചിനകം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ
ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ഈ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സൗജന്യമാണ്. എന്നാൽ അസാപ്പിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റിന് പേയ്മെൻറ്റ് നൽകേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ബാക്കിയൊക്കെ ആരെങ്കിലുമൊക്കെ പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. എന്തായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.